നന്ദിയില്ലാത്തവരാ, ഒക്കെ നന്ദിയില്ലാത്തവരാ. അച്ഛൻ എന്താ പറയണേ? എന്റെ മോള് അവൾ ആശുപത്രിയില്ല. എന്താ പറ്റിയ? പെട്ടെന്ന് പോരാൻ പറ്റുമോ? അതോ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും അറിയില്ല. പോയത് അന്വേഷിക്കാൻ ആളുമില്ല. ബാലുവിനോട് ഞാൻ പറഞ്ഞു, അവൻ ആകെ ദേഷ്യത്തില. ഞാൻ ഇങ്ങനൊരവസ്ഥയിലായിപ്പോയി. അല്ലെങ്കിൽ എന്റെ മോളെടുത്ത് ഞാൻ പോയേനെ. അച്ഛാ, അങ്ങനെ വേവലാതിപ്പെടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ആരാ? സീതമോളാണോ? അതെ അച്ഛാ. മോള് കാഞ്ചനയുടെ അടുത്ത് പോയിരുന്നോ? അവിടെ തന്നെയായിരുന്നു ഞാൻ. എന്റെ കുട്ടിക്ക് എങ്ങനെയുണ്ട്? അവളെ ദുഷ്ടന്മാർ എന്താ ചെയ്തത്? അങ്ങനെയൊന്നും ഒരുത്തന്റെ മുമ്പിൽ വീഴുന്ന ആളല്ല അച്ഛന്റെ മോള്. അവന്മാരെല്ലാരെയും അകത്താക്കാനുള്ള തെളിവുമായിട്ട് ഒരു പോറില് പോലും ഏൽക്കാതെയാ അവിടുന്ന് പോകുന്നത്. പിന്നെന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്? ഇതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടി മാത്രം. വേണ്ട, സീതേച്ച് സമാധാനിപ്പിക്കാനൊന്നും നിൽക്കണ്ട. സംഭവിച്ച എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്നിട്ടെന്താ നീ ഒന്ന് പോയി അന്വേഷിക്കാത്ത? എനിക്ക് വയ്യാഞ്ഞിട്ട് തന്നെ. നിക്ക്, നിനക്ക് ആരോടെ ബാലു ഈ ദേഷ്യം? മറ്റാരോടുമില്ല, എന്നോട് തന്നെ. ഈ ഗതികെട്ട ലോകത്ത് അറിയാതെ വന്ന് ജനിച്ചു പോയതല്ലേ. ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഒരൽപ്പം അമർഷവും വാശിയൊക്കെ ഉള്ളത് നല്ലതാ. പക്ഷെ അതാരോട് എന്തിനെന്നുള്ളൊരു ധാരണ വേണം. അല്ലെങ്കിൽ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും.